കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് 23 അങ്ങനെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് BJP കേന്ദ്ര ഭരണം നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. അത് വർഗീയമായിട്ട് മനുഷ്യനെ വേർതിരിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിൽ താൽക്കാലികമായിട്ടൊക്കെ ജനങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ വർദ്ധിക്കാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിക്കൊണ്ട് വലിയ ക്യാമ്പയിനാണ് അവിടെ നടത്തിയത്. അത് BJP നടത്തി, UDF നടത്തി, അതുപോലെ തന്നെ DMK നടത്തി. DMK ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഇടതുപക്ഷത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് നടത്തിയത്. അപ്പോൾ അത് ഒക്കെ തന്നെ ജനങ്ങളെ കുറച്ചൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ BJPക്ക് അടക്കം കുറച്ച് വോട്ട് വർദ്ധിക്കാനുണ്ടായി. പിന്നെ അവിടെ ലോക്കൽ കാൻഡിഡേറ്റ് ആയിരുന്നു ഈ വരവൂര്, വള്ളത്തോൾ നഗർ, അങ്ങനെയൊക്കെ ഈ CPMൻ്റെ കുറച്ച് ശക്തി കേന്ദ്രങ്ങൾ അവിടെയൊക്കെ. അല്ല, അവിടെ എല്ലാം ഞങ്ങൾ ഭൂരിപക്ഷം ഉണ്ടല്ലോ. വരവൂര് ഭൂരിപക്ഷം വന്നു. പിന്നെ ദേശമംഗലം, വള്ളത്തോൾ നഗർ, വള്ളത്തോളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവിടെ ഉണ്ടാകുന്നു. രണ്ടാമത് ദേശമംഗലം, മൂന്നാമത് വരവൂര്, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാഞ്ഞാളൊക്കെ നല്ല പോലെ നമ്മൾ കരുതിയ പോലെ വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ജയത്തിനാണ് പ്രാധാന്യം, രണ്ടാം സ്ഥാനത്തിന് വലിയ പ്രാധാന്യമില്ല. എങ്കിലും ഈ രമ്യ ഹരിദാസ് ഭൂരിപക്ഷമല്ല, വോട്ട് കൂട്ടിയില്ലേ, അല്ലെങ്കിൽ LDFൻ്റെ ഭൂരിപക്ഷം കുറച്ചില്ലേ, ആ വിധത്തിലുള്ള കുറച്ച് ചർച്ചകൾ, പ്രത്യേകിച്ച് CPMൻ്റെ വലിയ കോട്ടയാണെന്നൊക്കെയുള്ള ചർച്ചകളുമുണ്ട്. അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും പ്രത്യേകതയുണ്ടല്ലോ. ഇപ്പോൾ 2021 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷമല്ല 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ടായത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. അതിൽ ചേലക്കര മണ്ഡലം ഉൾപ്പെടെ നമ്മുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ദേശീയ തെരഞ്ഞെടുപ്പിനോടുള്ള സമീപനവും അസംബ്ലിയിലുള്ള തെരഞ്ഞെടുപ്പിനുള്ള സമീപനവും ലോക്കൽ ബോഡീസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സമീപനമൊക്കെ തന്നെ വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ നോക്കിക്കാണുന്നത്.